നമസ്കാരം, TJ സ്പോർട്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ കരിയറിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബാറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇത്രയും വെല്ലുവിളി നേരിട്ട ഒരു സമയം ഉണ്ടായിട്ടില്ലെന്നു തന്നെ പറയാം. ഏറ്റവും അവസാനമായി ഓസ്ട്രേലിയക്കെതിരെ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിൽ കളിച്ച രോഹിത് അവിടെ വൻ ദുരന്തമായി. ഇപ്പോഴിതാ മുംബൈയിൽ ഒരു പരിശീലന മത്സരം കളിച്ച അദ്ദേഹം അവിടെയും ഫ്ലോപ്പായെന്ന വിവരമാണ് പുറത്തുവന്നിട്ടുള്ളത്. റെഡ് ബോൾ ക്രിക്കറ്റിൽ ഫോം വീണ്ടെടുക്കുവാൻ മുംബൈക്കായി രഞ്ജിയിൽ രോഹിത് കളിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി മുംബൈയിൽ മുൻ ടീമംഗമായ അജിങ്ക്യ രഹാനെക്കൊപ്പം അദ്ദേഹം പരിശീലനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. രഹാനെക്കൊപ്പം ഒരു പരിശീലന മത്സരത്തിൽ കളിച്ച രോഹിത്തിന് ബാറ്റിംഗിൽ തിളങ്ങാനായില്ലെന്നാണ് വ്യക്തമാവുന്നത്. രഞ്ജി ട്രോഫിക്ക് മുന്നോടിയായി മുംബൈയിൽ പരിശീലന മത്സരം കളിച്ചപ്പോഴാണ് രോഹിത് ശർമ്മയ്ക്ക് തിരിച്ചടി നേരിട്ടത്. വെറും 16 റൺസ് മാത്രം നേടി പരിശീലന മത്സരത്തിൽ അദ്ദേഹം പുറത്തായെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്ന വിവരം. എന്ന എക്സ് അക്കൗണ്ടിലൂടെയാണ് ഇക്കാര്യം പങ്കുവച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ എത്രത്തോളം കൃത്യതയുണ്ടെന്ന കാര്യം വ്യക്തമല്ല. വളരെ പെട്ടെന്നു തന്നെ എക്സിലെ ഈ പോസ്റ്റ് ഇന്ത്യൻ ആരാധകർക്കിടയിൽ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റിനു താഴെ വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് രോഹിത്തിനു നേരെ ഉയരുന്നത്. രോഹിത് വിരമിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യൻ ടീമിലേക്ക് ഇനിയൊരിക്കലും അദ്ദേഹത്തെ പരിഗണിക്കരുതെന്നും ചിലർ ആവശ്യപ്പെടുന്നു. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി മാത്രമല്ല, അന്താരാഷ്ട്ര കരിയർ പോലും ഇപ്പോൾ തുലാസിലാണെന്നതാണ് യാഥാർത്ഥ്യം. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ 1-3 തോൽക്കുകയും പിന്നാലെ WDC ഫൈനൽ യോഗ്യതയും നഷ്ടമായപ്പോൾ തന്നെ രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിലും ടീമിലെ സ്ഥാനവുമെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. ഇംഗ്ലണ്ടുമായി അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയും തുടർന്നു വരുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയുമായിരിക്കും അദ്ദേഹത്തിന്റെ ഭാവി തീരുമാനിക്കുക. ബാറ്റിംഗിൽ മികച്ച ഇന്നിംഗ്സുകൾ രോഹിത്തിൽ നിന്നും ഇവയിൽ ടീമിന് ആവശ്യമാണ്. ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം രോഹിത്തിന്റെ ഭാവിയെക്കുറിച്ച് BCCI തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ടൂർണമെന്റിന്റെ ഫലം എന്തുതന്നെയാണെങ്കിലും രോഹിത്തിനെ നായകസ്ഥാനത്തു നിന്നും മാറ്റിയേക്കുമെന്നാണ് വിവരം. ബാറ്റിംഗിൽ ഫ്ലോപ്പായാൽ ടീമിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയേക്കും. അങ്ങനെ വന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുക എന്നതായിരിക്കും രോഹിത്തിന്റെ മുന്നിലുള്ള പ്ലാൻ. പക്ഷേ ബാറ്റിംഗിൽ താളം വീണ്ടെടുത്ത് ചാമ്പ്യൻസ് ട്രോഫിയിൽ തിളങ്ങിയാൽ അദ്ദേഹം ഉടൻ വിരമിച്ചേക്കും. ജൂണിൽ നടക്കാനിരിക്കുന്ന ഇംഗ്ലണ്ടുമായുള്ള 5 ടെസ്റ്റുകളുടെ പരമ്പരയ്ക്കു ശേഷം കളി നിർത്താനായിരിക്കും അദ്ദേഹം ആലോചിച്ചേക്കുക. കൂടുതൽ സ്പോർട്സ് വാർത്തകളും വിശേഷങ്ങളും അറിയുവാനായി TJ സ്പോർട്സ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.